ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഹിന്ദി ചേംബർ. ഞാൻ ബാബു എൻ പനിക്കൽ. ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ക്ലാസ് കേരള യൂണിവേഴ്സിറ്റി സെക്കൻഡ് ഇയർ BA BSc സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി കാവ്യതാര ചാപ്റ്റർ 1 സാഖിയെ ബേസ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുള്ള, എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. സാഖി, അതിലെ ഓരോ ദോഹയും വളരെ വിശദമായിട്ട് മലയാളം എക്സ്പ്ലനേഷനോടുകൂടി നമ്മൾ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ പറയാം. പഠിത സാഖ്യോം കെ ആധാർ पर കബീർ की കാവ്യ കലാ का പരിചയ ദീജിയെ. നമ്മൾ പഠിച്ച സാഖി അനുസരിച്ച് കബീർദാസിന്റെ കാവ്യകലയെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ആൻസർ നമുക്ക് നോക്കാം. കബീർദാസ് ജി സന്ത് കവി थे, സന്ത് പഹലെ കവി ബാദ്മേ. കബീർദാസ് സന്യാസിയായിരുന്നു. ആദ്യമേ അദ്ദേഹം സന്യാസ ജീവിതവും പിന്നീട് അദ്ദേഹം ഒരു കവിയുമായി തീർന്നു. കാവ്യരചന ഉൻകാ ലക്ഷ്യ नहीं था. കാവ്യരചന അദ്ദേഹത്തിന്റെ ലക്ഷ്യമായിരുന്നില്ല. अपनी वाणी को अभिव्यक्त करने के साधन या माध्यम के रूप में उन्होंने कविता को स्वीकार किया. തന്റെ വാക്കുകൾ മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുന്നതിനും തന്റെ അഭിപ്രായങ്ങൾ മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുന്നതിന് ഉള്ള ഒരു മീഡിയമായിട്ടാണ് അദ്ദേഹം കവിത രചന സ്വീകരിച്ചത്. ഉനോംനെ अपने मन के भावों को वाणी का विषय बनाया. അദ്ദേഹം തന്റെ മനസ്സിലെ ഭാവങ്ങളായിരുന്നു വാക്കുകളായിട്ട് പ്രദർശിപ്പിച്ചത്. വേ പഠേ ലിഖേ നഹീ ഥേ. അദ്ദേഹം വിദ്യാസമ്പന്നനായിരുന്നില്ല, അഥവാ എഴുത്തും വായനയും അറിയാത്ത ഒരു വ്യക്തിയായിരുന്നു. फिर भी संत संग और देशाടൻ से उन्होंने काफी ज्ञान आर्जित किया था. എങ്കിലും ഒരു സന്യാസിയും നല്ല കൂട്ടുകെട്ടും ദേശാടനവും മൂലമാണ് അദ്ദേഹം വേണ്ടത്ര അറിവ് നേടിയെടുത്തത്. उन्होंने स्वयं कहा है, मसी कागद छुओ नहीं, കലം ഗഹി നഹിം ഹാത്ത്. അദ്ദേഹത്തിന്റെ രചനകളിലൂടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: മഷിയോ പേപ്പറോ പേനയോ ഞാൻ കൈകൊണ്ട് തൊട്ടിട്ടില്ല എന്നാണ്. അഥ ശിഷ്യോനെ ഉൻകി വാണിക്കോ ലിപി ബദ്ധ കിയാ ഹോഗ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ, അദ്ദേഹത്തിന്റെ വിചാരങ്ങൾ അതെല്ലാം ശിഷ്യന്മാരാൽ വാക്കുകളായിട്ട് അഥവാ ലിപികളായിട്ട് പുറത്തു വന്നു. കബീർ കി വാണി ബീജഗമേം സംഗ്രഹീത് ഹെ. കബീറിന്റെ വാക്കുകൾ ബീജഗ് എന്ന അദ്ദേഹത്തിന്റെ ബൃഹത് ഗ്രന്ഥത്തിലൂടെ പുറത്തു വന്നു. ഇസ്കെ 3 ഭാഗ് ഹെ. ബീജഗ് എന്ന ഗ്രന്ഥത്തിന് 3 ഭാഗങ്ങളുണ്ട്. സാഖി, സബദ് ഔർ രമൈനി. ആ 3 ഭാഗങ്ങൾ 3ആയിട്ട് തിരിച്ചിരിക്കുന്നത്. ഒന്ന് സാഖി, മറ്റൊന്ന് സബദ്, മറ്റൊന്ന് രമൈനി. സാഖി का अर्थ है സാക്ഷി യാ സാക്ഷാത് അനുഭവ. സാക്ഷി എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ കണ്ടത്, പ്രത്യക്ഷത്തിൽ നിന്ന് അനുഭവിച്ചത് എന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങളുടെ കയ്യിൽ ഇതുപോലൊരു പേനയോ പെൻസിലോ കരുതുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു വേർഡിന്റെ മീനിങ് അറിയാൻ പാടില്ലാതെ വന്നാൽ അണ്ടർലൈൻ ചെയ്തിട്ട് മുകളിൽ മലയാളത്തിൽ എഴുതിയെടുത്താൽ വലിയ പ്രയോജനം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കയ്യിൽ ഒരു പേനയോ പെൻസിലോ കരുതാൻ മറക്കണ്ട. സാഖിയോമേം കബീർ കെ ജീവാനുഭവ കാ സാക്ഷി ഹേ. സാഖിയിൽ കബീർദാസിന്റെ ജീവിത അനുഭവമാണ് സാക്ഷിയായിട്ടുള്ളത്. ദോഹ ശൈലിമേം രചിത് സാഖിയോമേം ഗുരു മഹിമ നാമസ്മരൻ ജ്ഞാൻ വിരഹ മായ
सत्संग, प्रेम, संतों की महिमा आदि महत्वपूर्ण ज्ञान आसंगों का നിരൂപണ ഹേ. അപ്പോൾ ദോഹാരൂപത്തിൽ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന്റെ സാഖിയിൽ ഗുരുവിന്റെ മാഹാത്മ്യം, നാമസ്മരണ, അറിവ്, വിരഹത, മായ, നല്ല കൂട്ടുകെട്ട്, സ്നേഹം, സന്തോം കി മഹിമ, സന്യാസിമാരുടെ കൂട്ടുകെട്ട് മുതലായ മഹത്വപൂർണമായ അറിവുകൾ അദ്ദേഹം അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. സബദുമേം ഭക്തി സപൂർണ പദ് ഹേ. സബദിൽ ഭക്തിപൂർണമായ പദ്യങ്ങളാണ് ഉള്ളത്. റമൈനീമേ, സബദ് മാനെ സാഖി സബദ്, രണ്ടാമത്തേതിൽ രമൈനീമേ ഉനോംനെ അപ്പനെ ദാർശനിക വിചാർ പ്രകട് കിയേ ഹേ. അദ്ദേഹത്തിന്റെ ഫിലോസഫിക്കൽ കാര്യങ്ങളാണ് രമൈനിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇൻമേം സാഖി സർവാധിക പ്രാമാണിക ഹേ. ഇതിൽ സാഖി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ആണ്. കബീർ के सिद्धांतों की जानकारी का सबसे उत्तम साधन സാഖി ही है. കബീർ ദാസിന്റെ സിദ്ധാന്തങ്ങളുടെ യഥാർത്ഥ അറിവ് മുഴുവനും ലഭിക്കണമെങ്കിൽ അത് സാഖിയിൽ തന്നെ നോക്കണം. काव्यधारामें पढ़ने के लिए कबीर दास जी के 10 दोहे दिए गए हैं. സെക്കൻഡ് ഇയർ BA BSc സെക്കൻഡ് ലാംഗ്വേജുകാർക്ക് കാവ്യധാര എന്ന ഈ പദ്യപുസ്തകത്തിലൂടെ കബീർദാസിന്റെ 10 ദോഹകളാണ് പഠിക്കാൻ തന്നിരിക്കുന്നത്. ഇൻ ദോഹോമേം മധുര ഭാഷൺ, प्रेम का महत्व, कपड़ भक्ति, दया, जीवन की नश्वरता ആദി വിഭിന്ന വിഷയവും കാ പ്രതിപാദൻ ഹുവാ ഹെ. ഈ ദോഹയിലൂടെ, ഈ 10 ദോഹകളിലൂടെ മധുരമായി സംസാരിക്കുക, സ്നേഹത്തിന്റെ മഹത്വം, കപടഭക്തി, ദയവ്, ജീവിതത്തിന്റെ നശ്വരത മുതലായ വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. പ്രഥമ ദോഹോമേം कबीर का उपदेश है कि दूसरों से हमारे व्यवहार में മധുരവാണി ഹി ബോൽനി ചാഹിയെ. ഒന്നാമത്തെ ദോഹയിലൂടെ മറ്റുള്ളവരോട് വളരെ മധുരമായി സംസാരിക്കണമെന്ന് നമ്മളെ ഉപദേശിക്കുന്നു, അഥവാ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ക്യോങ്കി മധുരവാണി ബോൽനെ വാലെ ഔർ സുനനെ വാലെ കെ മൻ കോ ശീതളത പ്രദാൻ കർത്തി ഹേ. എന്തുകൊണ്ടെന്നാൽ മധുരമായി സംസാരിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും വളരെ മനസ്സിന് സന്തോഷവും ശീതളതയും പ്രദാനം ചെയ്യും എന്ന് അദ്ദേഹം ആദ്യത്തെ ദോഹയില് പ്രതിപാദിക്കുന്നു. ദൂസരെ 8वें और 9वें दोहे में उन्होंने प्रेम का महत्व बता दिया है. രണ്ടാമത്തേതിലും 8ാമത്തേതിലും 9ാമത്തേതിലും ദോഹകളിലൂടെ അദ്ദേഹം സ്നേഹത്തിന്റെ മഹത്വമാണ് നമ്മളോട് പ്രതിപാദിക്കുന്നത്. ജിസ് വ്യക്തി के शरीर में प्रेम का संचार नहीं होता वह शरीर लोहार की खाल के समान प्राण के बिना सांस लेता है. ഏത് വ്യക്തിക്കാണോ മറ്റുള്ളവരോട് സ്നേഹമില്ലാത്തത്, ഏത് വ്യക്തിയുടെ ശരീരത്താണോ സ്നേഹം ഇല്ലാത്തത്, അയാളുടെ ശരീരം ഒരു ബ്ലാക്ക് സ്മിത്തിന്റെ അഥവാ ഒരു കൊല്ലപ്പണിക്കാരന്റെ ഉലയ്ക്ക് സമാനമായ രീതിയിൽ പ്രാണശൂന്യമായിരിക്കും. അതായത് കൊല്ലപ്പണിക്കാരന്റെ ഉല കാറ്റ് പുറത്തേക്ക് വിടുകയും അകത്തേക്ക് എടുക്കുകയും ചെയ്യുന്നുണ്ട്, ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ട്. ലേക്കിൻ ഉസ്മേം ജീവൻ നഹി, പക്ഷേ അതിൽ ജീവൻ ഇല്ല. അതുകൊണ്ടാണ് കബീർദാസ് കൊല്ലപ്പണിക്കാരന്റെ ഉലയുമായിട്ട് സ്നേഹമില്ലാത്തവരുടെ ശരീരത്തെ ഉപമിച്ചിട്ടുള്ളത്. ഉൻകി ദൃഷ്ടിമേം പ്രേം ഹി സബ്സെ മൂല്യവാൻ വസ്തു ഹേ. കബീർദാസിന്റെ കാഴ്ചപ്പാടിൽ
സ്നേഹം എല്ലാത്തിലും മൂല്യമായിട്ടുള്ള ഒരു വസ്തുവാണ്. വേ ബാഹ്യാഡംബർ ഔർ പാഖണ്ഡ് കെ കട്ടർ വിരോധി थे. അദ്ദേഹം ബാഹ്യ ആഡംബരങ്ങളും കപടഭക്തിയും ശക്തമായിട്ട് എതിർത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. സദാ മാലാഖുമാത്തെ രഹ്നെ വാലെ കപട സന്യാസിയോം സെ ഉൻകാ ഉപദേശ ഹെ കി മാലാഖുമാനെ സെ മൻ കാ ഫേർ നഹി മിട്ടता, मन में ही പരിവർത്തൻ ഹോന ചാഹിയേ. എപ്പോഴും മാല തിരിച്ച് ജപിച്ചുകൊണ്ടിരിക്കുന്ന കപട സന്യാസിമാരോട് അദ്ദേഹം ഉപദേശിച്ചു കൊടുത്തിരുന്നത് ഇങ്ങനെയാണ്: മാല തിരിക്കുന്നത് കൊണ്ട്, മാല ജപിക്കുന്നത് കൊണ്ട് മനസ്സിന് ഒരിക്കലും സമാധാനമോ ഈശ്വരാധീനമോ ഉണ്ടാവുകയില്ല. മറിച്ച് നിങ്ങളുടെ മനസ്സാണ് പരിവർത്തനം ചെയ്യേണ്ടത്. ലോക അക്സർ ദൂസറോं के दोष ही देखते हैं. ജനങ്ങൾ സാധാരണ മറ്റുള്ളവരുടെ ദോഷം തിരിച്ചറിയുന്നു. അപ്പനെ അസംഖ്യ ദോഷോം കി ഓർ ദേഖത്തെ ഹി നഹീം. തന്റെ അസംഖ്യം ദോഷങ്ങളെ അയാൾ തിരിച്ചറിയില്ല. അന്തിമ ദോഹേമേം വേ ജീവൻ കി ക്ഷണഭംഗുരതാക്ക പരിചയ ദേത്തെ ഹെ. അവസാനത്തെ ദോഹയിൽ ജീവിതത്തിന്റെ ക്ഷണഭംഗുരതയെക്കുറിച്ചാണ് അദ്ദേഹം പരിചയപ്പെടുത്തുന്നത്. അവസാനത്തെ പാരഗ്രാഫായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം: കബീർ കെ കാവ്യമേം ഭാവപക്ഷി കി പ്രധാനതാ ഹെ. കബീർ ദാസിന്റെ കാവ്യത്തില് ഭാവപക്ഷത്തിനാണ് പ്രധാനം. ഉൻകി വാണിമേം കലാത്മകത കാ അഭാവ് ഹെ. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കലാത്മകതയുടെ അഭാവമുണ്ട്. യഹ് ദേഖ്കർ കുച്ച് ആലോചകുനെ കവി മാനിനേമേം സങ്കോച് കർത്തെ ഹെ. ഇത് കാണുമ്പോൾ കുറച്ച് നിരൂപകന്മാര് അദ്ദേഹത്തിനെ കവി ആയിട്ട് പറയുന്നതിൽ അഥവാ കണക്കാക്കുന്നതിന് സങ്കോചം പ്രകടിപ്പിക്കുന്നുണ്ട്. യഹ് ഠീക് ഹെ. കബീർ മൂലതഃ കവി ന ഹോക്കർ സാധക് ഹെ. കബീർ ദാസ് തീർച്ചയായിട്ടും അദ്ദേഹം ഒരു കവി അല്ല, മറിച്ച് അദ്ദേഹം ഒരു സാധകാണ്, മറ്റുള്ളവരെ നന്നാക്കുന്നവനാണ്, മറ്റുള്ളവരെ നേർവഴിയിലൂടെ നയിക്കുന്നവനാണ്. ചമൽക്കാരപൂർണ്ണ കവിത ലിഖിക്കർ പാഠകോं को मुक्त करना उनका लक्ष्य नहीं. ചമൽക്കാരപൂർണമായ കവിത രചിച്ച് വായനക്കാരനെ മുഴുകിക്കുക എന്നുള്ളതല്ല അദ്ദേഹത്തിന്റെ ലക്ഷ്യം. മറിച്ച് വേ അപ്നി ആത്മാക്കെ അനുചർധി. തന്റെ ആത്മാവിന്റെ അനുചരൻ ആയിരുന്നു അദ്ദേഹം. ഫിർ ഭി ഉൻകി വാണിമേം കലാത്മകത കാ ബിൽക്കുൽ അഭാവ് നഹീം. എങ്കിലും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തികച്ചും കലാത്മകത കുറവായിരുന്നില്ല. കബീർ കി ഭാഷ സാമാന്യ കാവ്യ ഭാഷാ സെ അലഗ് സാധുവും കി ഭാഷ ഹെ. കബീർദാസിന്റെ ഭാഷ സാധാരണ കാവ്യഭാഷയിൽ നിന്ന് വേറിട്ട് സന്യാസിമാരുടേതാകുന്ന ഭാഷയായിരുന്നു. അതഹ ഉൻകി ഭാഷാക്കു സധുക്കടി ഭാഷ കഹനാഹി സർവാധിക ഉപര്യുക്ത് ഏവം സംഗത് ഹെ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാഷ സധുക്കടി ഭാഷ എന്ന് പറയുന്നതാണ് ഏറ്റവും യോജിച്ചത്. इस प्रकार हम देखते हैं कि यद्यपि कबीर का लक्ष्य कविता करना नहीं था, फिर भी वे काव्य में उच्चतम कोटि की कविता के गुण प्राप्त होते हैं. ഇത്തരത്തിൽ നമ്മൾ കബീർദാസിന്റെ മുഴുവൻ രചനകളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, കബീർദാസ് യദ്യപി ഉൻകാ ലക്ഷ്യ കവിത കർണ നഹീം ഥ, കവിത രചന ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ ലക്ഷ്യമെങ്കിൽ കൂടി
उनके काव्य में उच्चतम कोटि की कविता के गुण प्राप्त होते हैं. അദ്ദേഹത്തിന്റെ കാവ്യങ്ങളിൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള കവിതാഗുണം നമുക്ക് കാണുവാൻ സാധിക്കും. ഇതാണ് ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം. കബീർദാസിന്റെ സാഖിയിൽ നിന്ന് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് അത്. പഠിത സാഖ്യോं के आधार पर कबीर की काव्यकला का परिचय दीजिए എന്നുള്ള 16 മാർക്കിന്റെ ചോദ്യമാണ്. 16 മാർക്കിന്റെ ചോദ്യം. ഇത് പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അടുത്ത പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ഇത് ചോദിക്കും എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പമുള്ള ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. കാവ്യധാരയിലെ എല്ലാ പദ്യങ്ങളും അവയ്ക്കുള്ള മലയാളം എക്സ്പ്ലനേഷനും ആ പദ്യങ്ങളിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചെറുതും വലുതുമായ എല്ലാ ചോദ്യങ്ങളും നമ്മൾ 1 by 1 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.